ഞാൻ ചായ കടയ്ക്ക് അത് കയറി ഇരിക്കായിരുന്നു അപ്പം പാഞ്ഞ് കയറി വന്നു പിന്നെ അകരല്ല ഇരിക്കുന്നത് സ്വന്തം മോനല്ലേ വെറുതെ ഒന്ന് ചോദിച്ചാലേ ഇടേ ഒന്നും വേണടേ കറക്റ്റ് ചെറുക്ക് വേണമെന്ന് പറയുകയും ചെയ്ത് അപ്പം തന്നെ മേശക്കത്ത് കയറി ഇരിക്കുന്നത് ഓർഡർ ചെയ്യുകയും ചെയ്ത് പൊറോട്ട ബീഫല്ല അവിടെ വാടിച്ച് കയറ്റുകയും ചെയ്തു പൈസ 150 രൂപ പോവുകയും ചെയ്തു. അച്ഛനല്ലാതെ ലോകത്ത് വേറെ ആരെങ്കിലും അവരോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കും. അബദ്ധം പറ്റി ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്രമണം കാണിക്കുന്നു. ആർക്ക് അബദ്ധം പറ്റിയാണെങ്കിലും പൈസ പോയത് എന്റെ അല്ലേ. ചുമ്മാ എച്ച് കണക്ക് പറയാടി. ഈ പൈസ എന്നാലും ഞാൻ വെറുതെ കളയാൻ പോകില്ല. എന്താണ് കൂട്ടം നിലവിളിയാ? എന്താന്നത് എല്ലാരും നില വിളിക്കണ്ട. ഇപ്പൊ എന്തൊരു സംഭവം? അമ്മ വന്ന കാശിന് ഞാൻ പൊറോട്ട ബീഫ് മേടിച്ചു ചോദിച്ചു, അത്രല്ലേ ഉള്ളൂ. നിനക്ക് എന്താടാ? നീ രാവിലെ ഇവിടെ കഴിച്ചിട്ടല്ലേ പോയത്, പിന്നെ എന്താ എത്ര ആർത്തി? ഞാൻ അമ്മയുടെ കാശിനാണ് കഴിച്ചത്, ചേച്ചിയുടെ കാശിനല്ല. ആ എന്റെ കാശിനായിരുന്നെങ്കിൽ അത് കഴുത്തിന് കുത്തിപ്പിടിച്ച് മേടിക്കാൻ എനിക്കറിയാം. അമ്മയ്ക്ക് അതിനുള്ള കഴിവില്ല, അതാ. വീണ്ടും വീണ്ടും എരുതിയിലാണ് ഒഴിക്കണല്ലേ? എനിക്ക് വിശക്കുന്നത് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഡേ കൊച്ചു പറഞ്ഞ കേട്ടാ, കൊച്ചിന് വിശക്കണമെന്ന്. നീ ഒരു 500-1000 രൂപ എടു, കൊച്ചിന് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുത്തിട്ട് നോക്കിക്കോ. നിങ്ങൾ എന്നെ 500 രൂപ ഞാൻ 1000 രൂപ വാങ്ങിച്ചിരിക്കും. ഉറപ്പാത് കളിക്കല്ലേ? അവര് കളിക്കലുമില്ല. എത്ര ഐഡിയല്ലോ കൊണ്ടേ കുടിപ്പിക്കും. എന്റെ ചാച്ചന്റെ ഈ ചായക്കട പോക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അതന്നെ കുറച്ചു ദിവസം മുമ്പ് ഒരു നിന്നിരിക്കണായിരുന്നു, ഇപ്പൊ വീണ്ടും തുടങ്ങിയല്ലേ? അച്ഛൻ വയസ്സായി വരികയാണ്. അയ്യോ ഓർമ്മ പിടിച്ച് നന്ദി കേട്ടാ. ഇവിടെ ഒന്നും ശരിയാവൂല, ഞാൻ കൂടെ ഇറങ്ങി പോകാൻ പോണം. യോ അവസാനം കിളിക്കാതെ പോടാ.